ഉച്ചയ്ക്ക് നല്ല ഫുഡൊക്കെ കഴിച്ച് ഒരു നല്ല സിനിമ കാണാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളി പരിപാടിയല്ലേ. അപ്പോൾ രണ്ടു നേരം നല്ല ഫുഡും നല്ല രണ്ട് സിനിമകളും കൂടെ കണ്ടു കഴിഞ്ഞാലോ. ഹലോ ഗായ്സ്, നമ്മുടെ ആക്ഷൻ കിങ് അർജുൻ്റെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ റിലീസായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു 3 ദിവസം മുമ്പ് ലാലേട്ടൻ്റെ ദൃശ്യവും ഇവിടെ റിലീസായിട്ടുണ്ട്. അപ്പോൾ ഈ രണ്ട് പടങ്ങൾ ഇന്ന് കാണണമെന്നാണ് ഇട്ടിരിക്കുന്ന ഒരു പ്ലാൻ. സിനിമയുടെ ഷോർട്ട് ടൈം നോക്കിയപ്പോൾ ബ്ലാസ്റ്റ് 2:15 ദൃശ്യം 4:15 5 മണിക്കോ മറ്റോ ആണ്. അപ്പോൾ അതിന് മുന്നേ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള സമയം കഴിഞ്ഞു. ഉച്ചയായതുകൊണ്ട് ലഞ്ച് കഴിച്ചിട്ട് പടത്തിന് കയറണം. ഒരേ മോളിൽ തന്നെയാണ്, ക്വീൽ സിറ്റി മോളിൽ തന്നെയാണ് രണ്ട് സിനിമയും കാണാൻ പോണത്. സോ നേരെ അലിബാബ ആൻഡ് 41 ഡിഷസ്, ഒരു മലയാളി റെസ്റ്റോറൻ്റാണ്, അവിടെ പോയിട്ട് ലഞ്ച് കഴിച്ചിട്ട് നമുക്ക് പടത്തിന് കയറാം. സോ അതാണ് ഗൈസ് ഇന്നത്തെ പ്ലാൻ. ലെറ്റ്സ് ഗോ ടു ദ വീഡിയോ. ആദ്യം പോയിട്ട് ഫുഡ് കഴിക്കണം, വിശന്നിട്ട് പാടില്ല. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടില്ല, നല്ല വിശപ്പുണ്ട്. അയ്യോ, ഇതാണ് ബാങ്ക് നിഗ്ര, ഏതാണ് സോഗോ ഷോപ്പിംഗ് മോള്. നല്ല പൊറോട്ടയും ബീഫോ, നമ്മുടെ നാട്ടിലെ ബിരിയാണിയോ ദോശയോ അങ്ങനത്തെ നാട്ടിലെ ഭക്ഷണങ്ങൾ എന്തെങ്കിലും കഴിക്കണമെങ്കിൽ ഞാൻ സ്ഥിരമായിട്ട് പോകുന്ന രണ്ട് സ്ഥലങ്ങളാണുള്ളത്. ഒന്ന് ബുക്കിറ്റ് ബിന്ദാങ്ങിലുള്ള ദാവത്ത്, ഇവിടെ വന്നു കഴിഞ്ഞാൽ അലിബാബ. KTMB സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടക്കാനുണ്ട്. അലിബാബയിൽ നിന്ന് ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് മോള് അവിടെ നിന്ന് അടുത്താണ്. എല്ലാം വാക്കിംഗ് ഡിസ്റ്റൻസിൽ തന്നെ ഉള്ള സ്ഥലങ്ങളായതുകൊണ്ട് നമുക്ക് കുഴപ്പമില്ല. കാണുന്നതൊക്കെ ഇവിടെയുള്ള ഫുഡ് ഐറ്റംസ് ഒക്കെ അവർ പ്ലേസ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളെന്തായാലും ഇതൊന്നും കഴിക്കാൻ പോകുന്നില്ല. അപ്പം തൽക്കാലം പൊറോട്ട കഴിക്കണമെന്നാണ് മനസ്സിലൊരാഗ്രഹം. അവിടെ പോയിട്ട് മെനു കണ്ടു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും വാങ്ങിച്ച് കഴിക്കുമെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും പോയി നോക്കാം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കാലിസ് ബിരിയാണിയിൽ പോയിട്ട് കുഴിമന്തി കഴിച്ചില്ലേ. അപ്പോൾ കാലിസ് ബിരിയാണിയിൽ പോകണമെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് നമ്മൾ ആ വഴി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കുറച്ച് ദൂരം നടന്നു കഴിഞ്ഞാൽ കാലിസ് ബിരിയാണി എത്തും. ജ്യൂസ് ഐറ്റംസും കാര്യങ്ങളൊക്കെ. കാണുന്നതാണ് റെസ്റ്റോറൻറ്റ് അലിബാബ ആൻഡ് 41 ഡിഷസ്. ഇന്ത്യൻ ഫുഡും അറബിക് ഫുഡും. ചൗക്കിലോട്ട് വന്നു കഴിഞ്ഞാൽ ഫുഡ് കഴിക്കാനുള്ള നമ്മുടെ സ്ഥിരം സ്പോട്ട് അലിബാബ തന്നെയാണ്. മലേഷ്യയിൽ മലയാളികളെ കാണണമെങ്കിൽ ഇതുപോലെ ഏതെങ്കിലും മലയാളി റെസ്റ്റോറൻറ്റിലോട്ട് പോകണം, അല്ലെങ്കിൽ ഏതെങ്കിലും മലയാളം പടം റിലീസ് ആകുമ്പം അത് കാണാൻ പോകണം. അകത്ത് പോവാം. ആരൊക്കെയാണ് ഉള്ളതെന്നറിയില്ല. മെനുവിൽ പൊട്ടും ബീഫും മിക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഇത് കണ്ടായിരുന്നു. അപ്പോൾ അത് ചോദിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞു സെപ്പറേറ്റ് ആയിട്ട് എടുക്കുന്നത് നല്ലതെന്ന്. എന്തായാലും മൂപ്പര് പറഞ്ഞ സ്ഥിതിക്ക് പൊട്ടും ബീഫും ഓർഡർ ചെയ്തിട്ടുണ്ട്. വരട്ടെ, ഒരു ചായയും. അപ്പോൾ നമ്മൾ പൊറോട്ടയും ബീഫിൻ്റെയും പ്ലാന് മാറ്റി പൊട്ടും ബീഫുമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ തന്നെ ചായ വന്നിട്ടുണ്ട്. ചായ കുടിച്ചുകൊണ്ട് തുടങ്ങും. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലയാളികളെ കാണണമെങ്കിൽ ഇതുപോലെ മലയാളി റെസ്റ്റോറൻറ്റിലോട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും മലയാള സിനിമ കാണാനോ ഇങ്ങനെയൊക്കെ പോകണം. മലേഷ്യയിൽ പൊതുവേ മലയാളികൾ കുറവാണ്. നല്ല പൊട്ടും ബീഫും കിട്ടിയിട്ടുണ്ട്. ബീഫിൻ്റെ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലാണ്. മിക്കവാറും ബാക്കിയുള്ളത് പാഴ്സൽ കൊണ്ടുപോയി തരും. നമുക്ക് ഒരുപാട് കഴിച്ചു. തെറ്റ് സാധനം കൊള്ളാം, കിട്ടില്ല.
നമ്മളെന്തായാലും ഉച്ചയ്ക്ക് മുന്നേ കുറച്ച് നേരത്തെ വന്നതുകൊണ്ട് സമാധാനത്തിൽ ഇരുന്ന് വീഡിയോ ഒക്കെ എടുക്കാൻ പറ്റി. ഉച്ചയായപ്പോഴേക്കും കണ്ടില്ലേ കടയിൽ തിരക്ക് വന്നു തുടങ്ങി. എല്ലാവരും മലയാളികൾ തന്നെയാണ്. പിന്നെ കുറച്ച് ഫോറിനേഴ്സും അതല്ലാതെ മലേഷ്യയിലുള്ള തമിഴ് ആൾക്കാരൊക്കെ ഇവിടെ വന്നു പോകാറുണ്ട്. ഈ കാണുന്ന ആളുകളൊക്കെ ഞാൻ ഇറങ്ങുന്ന സമയത്ത് പെട്ടെന്ന് വന്ന ഒരു മലയാളി ബാച്ചായിരുന്നു. അതായത് ഇത്രയധികം പേര് ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടെന്ന് അവർ മുൻകൂട്ടി ബുക്ക് ചെയ്തപ്പം അവർക്ക് വേണ്ടി അറേഞ്ച് ചെയ്ത ഒരു ബൊഫേ സെറ്റപ്പാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഡൈനിങ് മാത്രമല്ല മറ്റ് എന്ത് ഇവന്റുകളായാലും കേരള, നോർത്ത് ഇന്ത്യൻ, അറബിക്, ചൈനീസ് എന്നിവ എല്ലാ സ്റ്റൈൽ ഫുഡുകളും അവർ പ്രിപ്പയർ ചെയ്ത് കൊടുക്കുന്നത്. എന്തായാലും മലേഷ്യയിലുള്ള മലയാളികൾക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ കടയുടെ ലൊക്കേഷനും കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തായാലും റെസ്റ്റോറൻറ്റ് വിസിറ്റ് ചെയ്യണം. നല്ല അടിപൊളി ഫുഡാണ്. കുറച്ചുകൂടെ നേരത്തെ ഇറങ്ങേണ്ടതായിരുന്നു. ഇപ്പോൾ കറക്റ്റ് സമയം ആയി. എന്തായാലും ഇടയ്ക്കിട്ട് വരുമ്പോഴത്തേനും ഒരു 2:30 ആവും പടം തുടങ്ങാൻ. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. പടം തുടങ്ങിയിട്ടില്ല. ഞാൻ പറഞ്ഞ പോലെ ഇവിടെ ആഡ് ഇട്ടോണ്ടിരിക്കുക. അർജുൻ്റെ ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞ സിനിമ കഴിഞ്ഞിപ്പോൾ ഇറങ്ങിയുള്ളൂ. നല്ല അടിപൊളി ആക്ഷൻ പടം. അർജുൻ ഇസ് ബാക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സമയം 4:50 ഇപ്പോൾ നോക്കിയപ്പോൾ ഈ സമയത്ത് 4:50 അടുത്തത് ദൃശ്യം ഷോർട്ട് ടൈം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടെ കണ്ടിട്ട് നമുക്ക് തിരിച്ചു പോവാം. അപ്പോൾ ദൃശ്യത്തിൻ്റെയും ടിക്കറ്റ് എടുത്തു. ബാക്ക് ടു ബാക്ക് 2 സിനിമകൾ. കുറേ കാലത്തിന് ശേഷമാണ് ഇങ്ങനെ അടുപ്പിച്ച് 2 സിനിമകളൊക്കെ കണ്ടത്. ദൃശ്യം കൂടെ കണ്ടിട്ട് നമുക്ക് ബ്ലാസ്റ്റിന് നമ്മൾ ടിക്കറ്റ് എടുത്തപ്പോൾ കിട്ടിയത് ഹോൾ നമ്പർ 1 ആയിരുന്നു. ഇപ്പോൾ ദൃശ്യത്തിന് ടിക്കറ്റ് എടുത്തപ്പോൾ കിട്ടിയത് ഹോൾ നമ്പർ 10. 1-ന് നേരെ 10-ലോട്ട്. അടിപൊളി. അപ്പോൾ ഗൈസ് ബാക്ക് ടു ബാക്ക് 2 സിനിമയെ കഴിഞ്ഞിട്ട് നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. സമയം ഇരുട്ടായി. ഉച്ചയ്ക്ക് കയറിയതാണ് തിയേറ്ററിൽ. ഇപ്പോൾ സമയം 8 മണിയായി. പിന്നെ 2 സിനിമകൾ എന്ന് പറയുമ്പം അർജുൻ്റെ ബ്ലാസ്റ്റും ലാലേട്ടൻ്റെ ദൃശ്യം 3യും ബാക്ക് ടു ബാക്ക് ഒരുമിച്ച് കണ്ടതുകൊണ്ടാണോ അറിയില്ല. അതുകൊണ്ടൊന്നുമല്ല, പക്ഷേ 2 സിനിമയ്ക്കും എനിക്ക് തോന്നിയ ഒരു സിമിലാരിറ്റി. രണ്ടിലും ഒരു ഡിഫൻസ് മെക്കാനിസം പോലുള്ള ട്രീറ്റ്മെൻ്റ് ആണ് രണ്ടിലും കൊടുത്തിരിക്കുന്നത്. അതായത് തൻ്റെ ഫാമിലിയിൽ നടക്കുന്ന ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ അവരെങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു. ബ്ലാസ്റ്റിൽ അത് കുറച്ച് മാസ് മസാല കൊമേഴ്ഷ്യൽ ആക്ഷൻ പടമാണെങ്കിൽ ഇതിൽ ദൃശ്യം 3യിൽ അറിയാലോ. ദൃശ്യം 1-ഉം 2-ലും യൂസ് ചെയ്തിരിക്കുന്ന അതേ ഒരു ട്രീറ്റ്മെൻറ്റ് തന്നെയാണ് ജിത്തു ജോസഫ് വീണ്ടും ഇതിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ക്ലൈമാക്സ് എത്തുമ്പോൾ പെട്ടെന്ന് എനിക്ക് തുടരും സിനിമയിൽ മുരുകൻ എന്ന ക്യാരക്ടർ കയറി വന്ന പോലെ തോന്നി. അതിലും ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള ഒരു കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരു അച്ഛൻ്റെ കഥ തന്നെയാണല്ലോ ലാലേട്ടൻ. അപ്പോൾ ഇതിൽ ദൃശ്യം 1-ലും 2-ലും ഇല്ലാത്ത ചെറിയൊരു ക്രിസ്പി ഫ്ലേവർ, ഒരു ചെറിയൊരു സ്പൈസ് നമുക്ക് കിട്ടുന്ന പോലെ ജിത്തു ജോസഫ് കൊടുത്തിട്ടുണ്ട്. അത് ക്ലൈമാക്സ് ആകുമ്പോൾ മേ ബി എന്തായാലും ഫ്രാഞ്ചൈസ് ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് ലാലേട്ടൻ ഒന്ന് അഗ്രസീവ് ആയില്ലെങ്കിൽ എങ്ങനെയായിരിക്കും എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ജിത്തു ജോസഫ് കൊടുത്തായിരിക്കും. ചെറിയ സ്പോയിലർ പോലെയൊക്കെ ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും പെട്ടെന്ന് സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം. മലേഷ്യയിലുള്ള ഓഡിയൻസ് ആണെങ്കിൽ പെട്ടെന്ന് വന്ന് കണ്ടോളൂ. ഏത് സിനിമയാണെങ്കിലും ഇവർ മലയാള സിനിമകൾ അധികം ഇവിടെ ഓടാൻ ചാൻസ് വളരെ കുറവാണ്. പിന്നെ മലേഷ്യയിലുള്ള മലയാളീസിനോട് എനിക്ക് പ്രത്യേകിച്ച് പറയാനുള്ളത്, മലയാള സിനിമകൾ ഇതുപോലെ വളരെ റെയർ ആയിട്ടാണ് ഇവിടെ തിയേറ്ററിലൊക്കെ റിലീസാവുള്ളൂ. അങ്ങനെ റിലീസാവുന്ന സമയത്ത് മാക്സിമം തിയേറ്ററിൽ തന്നെ വന്ന് കാണാൻ ശ്രമിക്കുക. കാരണം ഇതുപോലെ കുറച്ച് ഫേമസ് ആയിട്ടുള്ള സിനിമകളോ അല്ലെങ്കിൽ നല്ല ഫേമസ് ആയിട്ടുള്ള ആക്ടേഴ്സിൻ്റെ പടങ്ങൾ മാത്രമാണ് കുറച്ചെങ്കിലും ആളുകൾ കാണുമെന്ന് പറഞ്ഞിട്ട് ഇവിടെ റിലീസ് ചെയ്യാറുള്ളൂ. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാഴ 2 വളരെ ലേറ്റ് ആയിട്ടാണ് ഇവിടെ റിലീസായത്. അടുത്ത ആഴ്ച വന്ന് കാണാമെന്ന് വിചാരിച്ചപ്പോഴേക്കും പടം തൂക്കി. അതുപോലെ നാട്ടിൽ നല്ലപോലെ ഹിറ്റായ പടങ്ങൾ മാത്രമേ റിലീസാവുന്നുള്ളൂ. അറ്റ്ലീസ്റ്റ് അതുപോലെ ഇറങ്ങുന്ന സിനിമകളെങ്കിലും എല്ലാവരും തിയേറ്ററിൽ വന്ന് കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ മേ ബി ഫ്യൂച്ചറിൽ ദുബായിലും മറ്റു സ്ഥലങ്ങളിലൊക്കെ നാട്ടിലിറങ്ങുന്ന അതേ സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ദിവസം തന്നെ ഇവിടെയും ഇറങ്ങുന്ന പോലെയൊക്കെ നമുക്ക് ഭാവിയിൽ സാധിക്കട്ടെ എന്ന് വിശ്വസിക്കുക. അതുകൊണ്ട് എല്ലാവരും ദൃശ്യം 3 ഇവിടെ നിന്ന് തിയേറ്ററിൽ നിന്ന് തൂക്കുന്നതിന് മുന്നേ വേഗം വന്നിട്ട് തിയേറ്ററിൽ തന്നെ വന്ന സിനിമ കാണുക. പിന്നെ വേറൊരു കാര്യം ഇപ്പോഴാണ് ഓർത്തത്. ഉച്ചയ്ക്ക് ആ അലിബാബയിൽ പോയിട്ട് പുട്ടും ബീഫും കഴിച്ചതിന് ശേഷം അവിടെ നിന്ന് മൂപ്പരോട് സംസാരിച്ചിട്ട് നേരെ ഇറങ്ങി വന്നു. പൈസ കൊടുത്തിട്ടില്ല. ഹൈഷു മൂപ്പരോട് ചോദിച്ചില്ല. എങ്ങനെ മിസ്സായി പോയി. പെട്ടെന്ന് അവിടെ കടയിൽ തിരക്ക് വന്നു. ഞാൻ അവരോട് സംസാരിച്ചു. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ അങ്ങനെ ഇറങ്ങി വന്നു. സിനിമയ്ക്ക് സമയമായതുകൊണ്ട് പെട്ടെന്ന് ധൃതിയിൽ ഇറങ്ങി വന്നു. വല്ലാത്ത കഷ്ടമായിപ്പോയി. എന്തായാലും ഇനിയിപ്പോൾ അവിടെ തന്നെ പോകണം കഴിക്കാനായിട്ട്. രാത്രി ഡിന്നർ കഴിക്കാൻ അവിടെ തന്നെ പോകണത്. ലഞ്ചും ഡിന്നറും കൂടെ ഒരുമിച്ച് പേ ചെയ്തിട്ട് വരാം. അപ്പോൾ നമ്മൾ ഡിന്നർ കഴിക്കാൻ വീണ്ടും അലിബാബയിലോട്ട് തന്നെ വന്നിരിക്കുകയാണ്. അവരോട് വന്ന ഉടനെ പറഞ്ഞു പൈസ എല്ലാം മറന്നുപോയി ചേട്ടാന്ന്. ആർക്കും മനസ്സിലായി. അവരും ഓർത്തിരിക്കുന്നുണ്ടായിരുന്നു തോന്നണു. എന്തായാലും കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഒരുമിച്ച് ഡിന്നറിൻ്റെയും ലഞ്ചിൻ്റെയും കൂടെ പേ ചെയ്തിട്ട് പോവാം. അപ്പോൾ നമ്മളെന്തായാലും വന്നിട്ട് ചപ്പാത്തി ഓർഡർ ചെയ്തിട്ടുണ്ട്. ചപ്പാത്തിയും ചിക്കൻ കറിയും കൂടെ ഒരു ചായ ആദ്യം തരാൻ പറഞ്ഞിട്ടുണ്ട്. വരട്ടെ.
അപ്പോൾ ഗൈസ് ഇന്ന് നല്ലൊരു ദിവസം തന്നെയായിരുന്നു. 2 നേരം നല്ല ഫുഡും നല്ല 2 സിനിമകളും. വേറെ എന്ത് വേണം? അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ.